അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1442. അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ അൽ കഹ്ഫ്, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, ഫഹുവ മഅസൂമുൻ ഇലാ സമാനിയതി അയ്യാം മിൻ കുല്ലി ഫിത്നത്തിൻ, 8 ദിവസം വരെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനാണ്. ഫൈൻ ഖറജ ദജ്ജാലു ഉസിമ മിൻഹു, ദജ്ജാൽ പുറപ്പെട്ടാൽ അവനിൽ നിന്നും അവൻ കാക്കപ്പെടും, സുരക്ഷിതനായിരിക്കും. വളരെ ശ്രദ്ധേയമായ ഹദീസാണ്. സൂറത്തുൽ കഹ്ഫ് വലിയ മഹത്വമുള്ള സൂറത്താണ്. ആ സൂറത്ത് അവതരിക്കുമ്പോൾ തന്നെ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അവതരിപ്പിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ആ വലിയ മഹത്വമുള്ള സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യൽ. ഹദീസിൽ കാണാം, ഏതെങ്കിലും വീട്ടിൽ വെച്ച് ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവിടെ പൈശാചിക ശർറുകൾ ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഒരു വെള്ളിയാഴ്ച ഒരു സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് അവന് പ്രകാശമാണ് എന്നും, ആ വെള്ളിയാഴ്ചയിടയ്ക്ക് അവൻ മരണപ്പെട്ടാൽ അവൻ ഈമാനോട് കൂടിയേ മരണപ്പെടുകയുള്ളൂ, അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശമായിരിക്കുമെന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിപൂർണമായതിൽ രൂപം 3 തവണയെങ്കിലും ഓതലാണ്. വെള്ളിയാഴ്ച ദിവസത്തെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ചയുടെ അസ്തമയം വരെ, അതിൻ്റെ ഇടക്ക് രാത്രിയിലൊന്ന്, ജുമുഅയുടെ മുമ്പൊന്ന്, ജുമുഅ കഴിഞ്ഞ് അസ്തമിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ 3 പ്രാവശ്യമെങ്കിലും ഓതലാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അതിന് കഴിയാത്തവർ 1 തവണയെങ്കിലും നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതണം. സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ഒരു വെള്ളിയാഴ്ചയും ഇനി നമുക്ക് കഴിഞ്ഞു പോകരുത്. ഈ ഹദീസ് കേൾക്കുന്നവരൊക്കെ ആ ഒരു പ്രതിജ്ഞ നാം എടുക്കുകയും നാളെ നമുക്ക് സൂറത്തുൽ കഹ്ഫ് ശഫാഅത്തായിട്ട് വരണം. നമുക്കുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അത് കാവലാണ്, പരിചയാണ്. ദജ്ജാൽ എല്ലാവരെയും ഫിത്നയിലാക്കും. മരണപ്പെട്ടു പോയവരെ വരെ അവൻ ഫിത്നയിലാക്കും. എന്നാൽ ആ ദജ്ജാലിൽ നിന്നുള്ള കാവൽ വരെ ഈ സൂറത്തുൽ കഹ്ഫോട് ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നാം ആ തീരുമാനമെടുക്കണം. വീട്ടുകാരെ കൊണ്ട് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യാൻ അവരോട് പറയുകയും, പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്ന് നേരത്തെ ജുമുഅക്കെത്തി അവർ പള്ളിയിൽ വന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫ് ജീവിതത്തിൽ പതിവാക്കാനും അതിന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.